ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു റൊമാൻറ്റിക് ടിപ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊപ്പം കൂട്ടുകൂടണേ. പിന്നെ ഒരു കാര്യം ആദ്യം തന്നെ പറയാം, ഏറ്റവും നല്ല റൊമാൻറ്റിക് ലൈഫിന് മികച്ച ലൈംഗിക പൊസിഷൻ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതിപ്പോ എവിടുന്ന് ലഭിക്കും? ഇതെവിടെ കിട്ടുമെന്ന് ആലോചിക്കുകയാണോ? ഞാൻ പറഞ്ഞുതരാം. 100ലധികം മികച്ച റൊമാൻറ്റിക് പൊസിഷൻ HD ഫോട്ടോകളുള്ള ഒരു കിടിലൻ ബുക്ക് ലഭ്യമാണ്. ലിങ്ക് ഞാൻ നൽകാം. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഇനിയെന്നും മടുക്കാത്ത ലൈംഗിക ജീവിതം ആസ്വദിക്കൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ പുരുഷ പങ്കാളിയെ കിടക്കയിൽ നല്ല മൂഡ് ഉണർത്തുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒന്നാമതായി, വിവാഹശേഷം നിങ്ങളുടെ പുരുഷൻ്റെ ലൈംഗിക താൽപ്പര്യങ്ങളിൽ സാരമായ മാറ്റം കാണുന്നത് വളരെ സാധാരണമാണെന്ന് അറിയുക. അതിന് പിന്നിലെ കാരണങ്ങൾ പലതുമാകാം. എന്നാൽ അല്പം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പങ്കാളിയുമൊന്നിച്ചുള്ള സമയം നിങ്ങൾക്ക് മികച്ചതാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. പങ്കാളിയിൽ ലൈംഗിക താൽപ്പര്യം ഉണർത്തുന്നതിനും നിങ്ങളുടെ ബന്ധം അടിപൊളിയാക്കുന്നതിനും ഇനി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. എന്നാൽ ഒരിക്കലും പങ്കാളിയെ ഒരു കാര്യത്തിനും നിർബന്ധിക്കരുത്. എന്നാൽ ചില മാർഗങ്ങൾ പരീക്ഷിക്കുന്നത് തീർച്ചയായും നിങ്ങളുമായി അടുപ്പമുള്ള നിമിഷങ്ങൾ പങ്കിടാനുള്ള മാനസികാവസ്ഥയിൽ പങ്കാളിയെ എത്തിക്കുക തന്നെ ചെയ്യും. ഒരു ഭർത്താവിലായാലും കാമുകനിലായാലും ലൈംഗിക താൽപ്പര്യം ജനിപ്പിക്കുന്നതിനും മൂടുണർത്തുന്നതിനും വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിലൂടെ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് ചിന്തകൾ കടന്നു വരുന്നു. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് മികച്ചതാണല്ലോ ലൈംഗിക ബന്ധം. ഇതിനു വേണ്ടി പങ്കാളികൾ ഇരുവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കയിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ശ്രദ്ധ നേടുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗങ്ങളിൽ ഒന്നാണ് ലൈംഗികതയ്ക്ക് തുടക്കം കുറിക്കുക എന്നത്. ഭർത്താവ് നേതൃത്വം വഹിക്കുന്നതിനായി എല്ലായ്പ്പോഴും കാത്തിരിക്കരുത്. എല്ലായ്പ്പോഴും ചുമതലയേൽക്കുകയും നിങ്ങളുമായി ശാരീരികമായി അടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ബന്ധങ്ങളിൽ മുഷിച്ചിലുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലെങ്കിലും നിങ്ങൾ മുൻകൈയെടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ പങ്കാളിയെ മാനസിക അവസ്ഥയെ എത്ര വേഗത്തിൽ മാറ്റുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മസാജിംഗ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. ഒരിക്കലെങ്കിലും നിങ്ങളുടെ പങ്കാളിക്ക് മസാജ് ചെയ്ത് നൽകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു മസാജ് നിങ്ങളുടെ പുരുഷൻ്റെ മാനസികാവസ്ഥയെ എങ്ങനെ മാറ്റുമെന്ന് നിങ്ങൾക്കറിയില്ല. ഇത്തരത്തിലുള്ള മസാജുകൾ പുരുഷന്മാരിൽ ഉത്തേജനം വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരവും മാനസികപരവുമായ അവസ്ഥകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഭർത്താവ് ഒരിക്കലും നിങ്ങളിൽ നിന്ന് അത്തരം കാര്യങ്ങൾ വേണ്ടാന്ന് പറയുകയുമില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ മുടികളും അതുപോലെ താടിയുള്ളവരാണെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പരസ്പരമുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നതും നല്ലതാണ്. നിങ്ങളുടെ പങ്കാളിയെ ലൈംഗികമായി ഉത്തേജിപ്പിക്കുന്നതിനുള്ള മറ്റൊരു മാർഗം നിങ്ങൾക്കിടയിലെ ലൈംഗിക ബന്ധത്തിൽ സംഭവിക്കാനിടയുള്ള കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പങ്കാളിയെ അറിയിക്കുക എന്നതാണ്. ഇതിലൂടെ പങ്കാളിയെ ആവേശഭരിതനാക്കുന്നതാണ്. ചെറിയ ശബ്ദമുണ്ടാക്കുക, എന്തെങ്കിലും അവൻ്റെ ചെവിയിൽ മന്ത്രിക്കുക, കിടക്കയിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നും നിങ്ങളിൽ നിന്ന് അവൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നും പരസ്പരം അറിയിക്കുക, സെക്സ്റ്റിംഗ് നടത്തുക എന്നിവയെല്ലാം നിങ്ങളുടെ പങ്കാളിയിൽ വളരെയധികം ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുന്നതാണ്. പിന്നെ വസ്ത്രരീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പുരുഷന്മാരെപ്പോഴും വിഷ്വൽ കാര്യങ്ങളിൽ സംതൃപ്തരായിരിക്കും. നിങ്ങൾ എപ്പോഴും ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്തുകൊണ്ടും മടുപ്പുളവാക്കുന്ന ഒന്നായിരിക്കും. എന്നാൽ അല്പം മോഡേണായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങളുടെ ബന്ധത്തിൽ നേട്ടങ്ങൾ സൃഷ്ടിക്കും. ഇതെല്ലാം നിങ്ങളിൽ വളരെയധികം ലൈംഗികാസക്തി വർദ്ധിപ്പിക്കുന്നു. വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഇത് ലൈംഗിക ബന്ധത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇടയ്ക്കൊക്കെ ഒരുമിച്ച് കുളിക്കാവുന്നതാണ്. ഒരുമിച്ച് കുളിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭൂതി സമ്മാനിക്കുന്നുണ്ട്.
ഒരുമിച്ച് കുളിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉന്മേഷം നിറക്കുന്നു. ലൈംഗിക ജീവിതത്തിൽ ഇത് ഉത്തേജനം നിറക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആത്യന്തികമായി ലൈംഗികതയിലേക്ക് നയിച്ചേക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കിടപ്പുമുറിയിലെ ലൈംഗിക ദിനചര്യകൾ ഉപേക്ഷിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തിയാൽ നിങ്ങളുടെ ബന്ധത്തിൽ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ഡെയിലി ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.